ഏറ്റവും വലിയൊരു എനിക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടിയ ഒരു വാക്കെന്ന് പറയുന്നത് അർജുന മാഷ് എപ്പോഴും എന്നെ കാണുമ്പോഴും എന്നോട് ചോദിക്കുമ്പോഴും അനിയനെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് ഏറ്റവും കേൾക്കാനും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു ഡയലോഗാണ് മാഷ് എപ്പോഴും എന്നോട് ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനാശംസകൾ 90ാമത് കടന്നു പോകുമ്പോഴും പാദം പതിച്ച് നടക്ക മുറുകിയ പാടേ നമിക്കണം, തിരികെ പാദങ്ങൾ ചേർത്ത് കൈകൂപ്പി പാതാരങ്ങൾ പാടേ നമിക്കണം, പാദങ്ങൾ കൈ നിലത്ത് ഉറപ്പിക്കണമെന്നൊക്കെ പറയുമെങ്കിൽ ചെരുപ്പിട്ടാണ്, ഷൂസിട്ടാണ്, എല്ലാവരും സോക്സിട്ടാണ് പാദത്തെ ചമക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പാദത്തിൻ്റെ സുഖം പ്രകൃതിക്ക് കിട്ടുന്നില്ല, പ്രകൃതിയുടെ സുഖം നമുക്ക് കിട്ടുന്നില്ല. പ്രകൃതി മനോഹരമാണ്, പ്രകൃതിയിലുള്ളവർ മനോരമികളാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഒരു സ്ഥലത്തിൽ അണപടയാത്ത ദുഃഖത്തിൻ്റെയും പ്രവാസി മലയാളികളുടെ എന്താ പറയുന്നത്, അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ അവർ ബാറിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ബാറിനെ കുറിച്ചാണ് രാത്രി 12 മണിക്ക് കൊടുക്കണം, ബാറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പുറത്താപ്പുറത്ത് വന്ന് കയറുന്ന ഒരു പ്രശ്നങ്ങളാണ്. മനസ്സിലെപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വരരുതേ, അങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മളെ പുറത്തെ കലാകാരന്മാരെപ്പോഴും ഈ ഇരിക്കുന്ന ആളുകളെല്ലാം സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ്. ഇന്നിപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ അതിനുള്ളൊരു സൗകര്യം ഉള്ളതുകൊണ്ട് രാത്രി 10 മണിക്ക് പരിപാടി നിർത്തുന്ന കാര്യമൊന്നും പലരും അറിയാറില്ല. 10 മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ വരുന്നു, നമ്മൾ നിർത്തുന്നു, നമ്മൾ പോകുന്നു. നമുക്ക് രാത്രിത്തെ 10 മണി അതോടുകൂടി അവസാനിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ. അത് മാറി ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടണം. രാത്രി 12 മണിയെങ്കിലും കിട്ടണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അത് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കാര്യം എന്താണ്, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി 12 മണി വരെ പാഠം നടത്താൻ വേണ്ടി രാത്രി 12 മണി വരെ പരിപാടി നടത്തിയാലാണ്. അപ്പൊ അതൊക്കെ മാറി ഏറ്റവും കൂടുതൽ ഈ ഗാനം കലാപരിപാടികൾ നഷ്ടമായി പോകുന്ന ഒരവസ്ഥയിലൂടെ കാലം ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകാതെ കാര്യം ഇപ്പൊ ഇന്ന് ക്യാമറയുടെ സാറിൻ്റെ കയ്യിലൊക്കെ ഈ മൊബൈൽ ഇരിക്കണമെന്ന് മൊബൈലിലൂടെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം അല്ലേ? എല്ലാ കാര്യങ്ങളും മൊബൈൽ വന്നതോടുകൂടി ആദ്യം നമ്മുടെ ചുണ്ടിലൊരു മന്ത്രം മാത്രം മതി, നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, നമ്മൾ മാത്രം രക്ഷപ്പെടുക, നമ്മുടെ കുടുംബം മാത്രം രക്ഷപ്പെടുക, ബാക്കി എല്ലാവരും അടപടലും പോയാലും കുഴപ്പമില്ല എന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാരും ലോക സംസ്ഥാന സുഖിനം തോന്നുന്നു എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാവരും ആ യന്ത്രം വന്നതോടുകൂടി യന്ത്രം വന്നു, കാര്യങ്ങളൊക്കെ നല്ലതാണ്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. യന്ത്രം വന്നതോടുകൂടി റേഡിയോൻ്റെ കഥ കഴിഞ്ഞു, ടിവിയുടെ കഥ കഴിഞ്ഞു, ടിവിയുടെ കഥ കഴിഞ്ഞു, കലണ്ടറിൻ്റെ കഥ കഴിഞ്ഞു, വാച്ചിൻ്റെ കഥ കഴിഞ്ഞു. എന്ന് വേണ്ട ഈ മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടാമെങ്കിൽ പാസ്വേഡ് കൂടി അറിയാമെങ്കിൽ അച്ഛൻ്റെ കഥ കഴിഞ്ഞു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ നമുക്കിതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ സംഗീത പരിപാടി കേൾക്കാനാണ് ഈ വന്നിരിക്കുന്ന മുഴുവൻ ജനം ഇവിടെ വരുന്നത്. അമ്പലപ്പുറത്തിലേക്കൊന്നും ആളുകൾ എത്തുന്നില്ല. അന്നദാനത്തിന് ഉണ്ടാക്കുന്ന ആൾക്കാർ ക്ഷേത്രത്തിൽ തൊഴാനെങ്കിലും വന്നിരുന്നെങ്കിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പണ്ടാരും നിറയുമായിരുന്നു. ഇപ്പോഴാണ് ഭജൻസൊക്കെ വന്ന് അമ്പലപ്പറമ്പിൽ എല്ലാവരും കുളിച്ചും റെഡിയായും ഭക്തിപരമായും അന്തരീക്ഷം ഉണ്ടായി. ഭഗവാനെ വിളിച്ചതുകൊണ്ട് ശക്തി ഉണ്ടായതുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പം ഞാൻ ഉടനീളം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവിടെ ഭജൻസ് ഇവിടെ നിർത്തി ഞങ്ങൾ എന്ത് പരിപാടികളൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുക. അവിടെ ഒന്നും ഒരു ഗാനങ്ങളെ നടക്കാനില്ല, ഗാനങ്ങളെ കുറവ് അല്ലേ? ഒട്ടും ഗാനങ്ങളില്ല. വീട്ടിൽ പോയി ബാത്റൂമിൽ പോയിട്ട് ആരിപ്പോൾ പാടാറില്ല. അങ്ങനെയൊക്കെ പേടിയാണ്. രാത്രി 10 മണിയാകുമ്പോൾ നിർത്താൻ വരും, ആള് വരുമ്പോഴും പറ്റില്ല. എങ്ങനെ പ്രശ്നങ്ങളാണ്. ഇതൊന്നും അറിയില്ല. അത്രയും വിഷമാവസ്ഥയിൽ. അപ്പം ഇതൊരു ട്രെയിൻ യാത്രയാണ്, സംഗീതത്തിൻ്റെ ട്രെയിൻ യാത്രയാണ്. എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്ന 2 പേരിലേക്ക് അർജുന മാഷിൻ്റെ വാർദ്ധക്യത എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷമുള്ള കാര്യം. ഞാൻ എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ധർമ്മജൻ, മിസ്റ്റർ ധർമ്മജൻ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് തമാശയുണ്ട്. പ്രായത്തിലേക്ക് ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും ചെറുപ്പമാകട്ടെ എന്ന് കരുതി ഞാൻ ഇടയ്ക്ക് വിളിക്കും. ഇന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി ഞാൻ വീട്ടിൽ കൊണ്ടുപോയേക്കാം, എന്നെപ്പോലെ സുരക്ഷിതൻ വേറെ ഇല്ല എന്ന് പറഞ്ഞു. നീ വേണ്ട, നീ അവിടെ വരണം എന്ന് അത്രയും സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചു. പിന്നെ അർജുന മാഷിനൊപ്പം യാത്ര ചെയ്യാൻ എൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞാണ് എനിക്ക് മാഷിനെ നൽകിയത്. അപ്പം അവിടെ നിന്നുള്ള ജീവിതയാത്രയിൽ നമ്മളിങ്ങനെയൊക്കെ എത്തിച്ചേരുമെന്നും ഇങ്ങനെയൊക്കെ ഇപ്പം ഇന്ന് ജയരാസാറിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ വീട്ടിൽ ശ്രീമാനന്ദൻ സാറ് വന്ന് എൻ്റെ അനിയനെ കാണാൻ നിൽക്കുന്ന ഒരു സന്ദർഭം ഞാനിപ്പോഴും എൻ്റെ ഓർമ്മയിൽ. അത്രയ്ക്കും നമുക്ക് നമ്മുടെ മക്കൾ രാജാവായി തീരണമെന്നാണ് ഏതൊരു അമ്മയും ചെറുപ്പത്തിലിരിക്കുമ്പോഴും
ആഗ്രഹിക്കും. അഞ്ചവായി പോകുന്നത് രാജാവാകാൻ അമ്മ ആഗ്രഹിക്കും. മക്കൾ ഇങ്ങനെ ആയി പോകുന്നത് ആരുടെയും കുഴപ്പം, ഇങ്ങനെ സംഭവിച്ചു പോകുന്നു. ഏതൊരമ്മയും സ്വപ്നം കാണുന്നതാണ്. അങ്ങനെ എല്ലാ അമ്മമാരും നമുക്ക് നല്ല അച്ഛനമ്മമാരുണ്ടാകാൻ വേണ്ടി ഒരു മക്കളും പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല അച്ഛനമ്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് നല്ല മക്കളുണ്ടാകാൻ വേണ്ടി. അതിൻ്റെ പരിണിത ഫലമാണ് ഈ യാത്ര. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ജീവിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട് ദൈവത്തെ സാറെപ്പോഴും ഇരുന്ന് ഊർജ്ജമായിട്ട് പറയുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് സ്ത്രീയുടെ സാറൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്തൊരു ആചാരമായിട്ടാണ് രാവിലെ സംസാരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എണീക്കുന്ന പോലുമില്ല. സാറൊക്കെ ഇങ്ങനെ എണീക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മുടെ ജീവിത യാത്രയിൽ സാറിൻ്റെ ഒപ്പം നിന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് കുറച്ച് നേരം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം രൂപ മേടിച്ചാണ്. കുറച്ചും കൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ 5 ലക്ഷം മേടിക്കാറുണ്ട്. സാർ സമ്മതിച്ചില്ല. അത് വേറെ വശം. 90 ദിവസം നിന്ന് 100 ദിവസം നിന്നാൽ നല്ലവനായിട്ട് ചെന്നാൽ മോശക്കാരനായിട്ട് പോയാൽ മോശക്കാരനായിട്ട് ചെന്നാൽ നല്ലവനായിട്ട് പോവുക എന്ന് പറയുന്ന ചില പരിപാടികളും നമ്മുടെ നാട്ടിൽ അതിലും നമുക്ക് പങ്കെടുക്കാം. വേണമെങ്കിൽ നമുക്ക് പാട്ടിട്ടിരിക്കാം. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാത്തൊരു മൊബൈൽ ഫോണും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പാട്ടിൻ്റെ പാലാടിയിലേക്ക് കിടന്നു വരികയും ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും കസ്തൂരി മണം എവിടെയൊക്കെയോ നിറഞ്ഞു നിൽക്കുകയാണ്. അത്രയും പാട്ടുകൾ ജനകോടികൾ ഇഷ്ടപ്പെടുന്ന ഈ മലയാള സംഗീത ലോകത്ത് അത്രയും ഹൃദയങ്ങളിലേക്ക് ഈ പാട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് തന്നെയാണ് മുദ്ര പതിപ്പിക്കലെന്ന് ഞാൻ പറയുന്നത്. പലർക്കും മുദ്ര പതിപ്പിക്കാൻ കഴിയുന്നു, മുദ്ര പതിപ്പിക്കാനേ നമുക്കിപ്പോൾ കഴിയാൻ. അതൊന്നുമല്ല ലോകത്ത് സംഗീതം ചെയ്ത സംഗീതം ചെയ്ത പാട്ടുകളൊന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഒറ്റ കാര്യത്തിൽ 2 വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് സമ്മിശ്രമായിട്ടുള്ള ആളുകളാണ്. ഏറ്റവും നല്ല പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയ ഫൈനാൻസുകളാണ്. ഏറ്റവും ഇവിടെ വന്നെത്തുക തന്നെ ശബരിമലയാണ്. അങ്ങോട്ടേക്ക് വരുമ്പോൾ പാർട്ടിക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണെങ്കിൽ വന്നു കിട്ടിയ ഏറ്റവും നല്ല ഭാഗ്യമാണ്. ഈ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് ആർക്കാണ്, ധൈര്യമുള്ളത് ആർക്കാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. പെണ്ണുങ്ങൾ അവരൊരിക്കലും മറവി പെണ്ണുങ്ങൾക്കല്ല. പെണ്ണുങ്ങൾ മറവി എന്ന് പറയുന്ന ഒരു സാധനം ഇരിക്കുന്ന പലപ്പോഴും ഉണ്ടാകും. മറവി പെണ്ണുങ്ങൾക്ക് ഒരിക്കലും അവരെന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവരോട് പറഞ്ഞാൽ ജീവിതത്തിൽ എത്ര വഴക്കിട്ടാണെങ്കിലും പിരിഞ്ഞാണെങ്കിലും അവർ ഫോൺ വിളിച്ചാണെങ്കിലും നമ്മളോട് ചോദിക്കും, തരാതെ പറയുന്നത് തന്നില്ല എന്നവർ ചോദിക്കും. പെണ്ണുങ്ങൾക്ക് ഒരിക്കലും മറവി എപ്പോഴും ആണുങ്ങൾക്കാണ്. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞു നമ്മൾ ഭാര്യയായിട്ട് പോകുമ്പോഴാണ് സുന്ദരിയായ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ച ആളാണെന്നുള്ള കാര്യം പോലും ധൈര്യം എന്ന് പറഞ്ഞത് ആണുങ്ങൾക്കല്ല. ആണിൻ്റെ പേര് ചേർക്കാറുണ്ടെങ്കിൽ ആണുങ്ങളുടെ കൂടെ ഒരു പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ധൈര്യം ഉണ്ടാകും. പെണ്ണിനാണ് ധൈര്യം. പ്രേമിക്കാൻ നടക്കുമ്പോഴും നമ്മളെക്കാൾ മോശമായി ഒരുത്തരെയും കൊണ്ടാണ് നമ്മൾ ഗ്ലാമറിൽ ഒരുത്തരെയും കൂട്ടി പെണ്ണിനെക്കാൾ നമ്മൾ പോകില്ല. നമ്മളെക്കാൾ എന്താ അഞ്ചിൻ്റെ പോരായ്മ ഉള്ളവരൊരുത്തരെയും കൊണ്ടേ നമ്മൾ കൂട്ടുകാരെയും കൊണ്ട് നാട്ടുകാരെയും കൊണ്ട് പ്രേമിക്കാൻ പോകുന്നു, നിശ്ചയത്തിന് പോകുന്നു, കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരും എത്രത്തിനെ കൂടി കൂട്ടിക്കൊണ്ടാവും. പക്ഷെ പെണ്ണിറങ്ങി വരുന്നത് എവിടെയാണ് പോകണം, ഏത് വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാണ് വരുന്നത്. ധൈര്യം എപ്പോഴും പക്ഷേ ക്ഷമ എപ്പോഴും ആർക്കാണെന്ന് ചോദിച്ചാൽ ഇരിക്കുന്ന ഓഡിയൻസിനെ ഞാൻ സാക്ഷി നിർത്തി പറയുകയാണ്. ക്ഷമ ആണിനാണോ പെണ്ണിനാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കണമെങ്കിൽ വളരെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണെന്ന് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നമ്മൾ അടങ്ങൂടി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് അറിയണം നമ്മൾ ആരാണ് എന്താണ് എന്നാണ്. ഇവിടുത്തെ ക്ഷമയുള്ളവരാണെന്ന് അറിയണം. ഉറങ്ങി കിടക്കുമ്പോൾ വിളിച്ചോളൊക്കെ ഒരു അനുഭവം നമുക്ക് കാണാൻ. അപ്പൊ നമ്മൾ ആരാണെന്ന് അറിയുന്നത് നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ നമ്മൾ വേറൊരു സംഭവം മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ക്ഷമ എപ്പോഴും പെണ്ണുങ്ങൾക്കല്ല, ആളുകൾക്കല്ല. അനുഭവം കൊണ്ട് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഏറ്റവും അവൻ വിഷമിച്ച് പരിപാടിയൊക്കെ ചെയ്തു ക്ഷമിച്ച് അവൻ ഉറങ്ങി. സാർ സത്യമാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന്, സാറിൻ്റെ നാളെ തിരുവനന്തപുരത്ത് നിന്ന് അവൻ എറണാകുളത്തേക്ക് വരികയാണ്. തലേദിവസത്തെ പണിയുടെ ക്ഷീണം കൊണ്ടാണ്, വിഷമം കൊണ്ടാണ്, ഒപ്പൊഴിച്ചത് അത്ര ബുദ്ധിമുട്ടാണ് സാർ. അതിലേക്ക് ഇരിക്കുന്ന സമയത്ത് അവൻ അറിയാതെ പറയുമ്പോൾ KSRTC ബസ്സിലൊക്കെ കയറി അവൻ അറിയാതെ ഒരു സീറ്റ് കിട്ടി. അവിടെ അറിയാതെ ഒന്ന് തല ചായച്ചു. തൊട്ടടുത്തിരിക്കുന്ന പെണ്ണായി. ആ പെണ്ണ് രാത്രി 2 മണിയാണെന്നുകൂടി ആലോചിക്കണം. എവിടെയാണ് എന്താണെന്ന് നോക്കിയില്ല. ഇല്ലാത്ത ചീത്ത മുഴുവൻ പറഞ്ഞു വീഡിയോയെടുക്കുമെന്ന് പറഞ്ഞ് മറ്റന്നാണെന്ന് പറഞ്ഞ് നമുക്ക് കാല് പിടിച്ച് നമസ്കരിച്ച് ഒക്കെ പോയി.
അവൻ്റെ ജീവിതത്തിലവൻ 3 ആഴ്ച പിന്നെ ഉറങ്ങിയിട്ട് സെയിം സാധനം. അവൻ തിരുവനന്തപുരത്ത് എത്തുന്നു, എറണാകുളത്തേക്ക് ഒരു സാർ വന്ന സമയത്ത് അവൻ അവിടെ ഇരിക്കുന്നു, അവൻ്റെ അടുത്തൊരു സീറ്റുണ്ട്, അവൻ അപ്പുറത്തേക്ക് ഒതുങ്ങിയിരുന്നു, ഒരു പെണ്ണിന് അവളറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി. അവൻ്റെ ഷോൾഡറിലേക്ക് പിടിച്ചാൽ പോയി. സാർ അവൻ ഉണർത്തി കിടന്നോണം കൈരോടി കിടന്നു. ഇറങ്ങേണ്ടവനാ കാസർഗോഡ്. ആ പെണ്ണിന് വേണ്ടി അവൻ കാസർഗോഡ് വരെ പെണ്ണിനൊരു പങ്കും ഉണ്ടാവരുത്, നിങ്ങൾക്ക് ചാഞ്ഞ് കിടന്നോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റൊക്കെ എറണാകുളത്ത് തീർന്നുണ്ടാവും. സാധാരണ കിടന്ന് ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങി ഗൂഗിൾ പേ ചെയ്താണ്. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് പെണ്ണിന്. ആണിന്, ആ പെണ്ണിനല്ല, ആണിനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടുത്തെ കഥയല്ല, നമ്മുടെ നാട്ടിലെ കഥയാണ് ഇന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞത് ഇടയ്ക്കൊരു കൂട്ടിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ വിജയേട്ടൻ വിളിച്ചു, നമ്മുടെ ഏറ്റവും ശാന്തമായിട്ട് ഇങ്ങനെയൊന്നുമല്ല, മാഷിൻ്റെ പാട്ട് പറ്റി ഇങ്ങനെ ഏറ്റവും വലിയ സോഫ്റ്റായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് ഏറെ ഇഷ്ടമുള്ള പാട്ടാണ് ചെമ്പരത്തായിട്ട് മാനത്ത് പറയുന്നത്.